ഹായ് ക്രിയേറ്റേഴ്സ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലെ കുറച്ച് ഷോർട്സ് വീഡിയോസ് ഇവിടെ നിങ്ങളെ കാണിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഷോർട്സ് വീഡിയോയിലെ തംബ്നെയിലുകളാണ്. ഞാൻ വ്യത്യസ്ത രീതിയിൽ ഈ ഷോർട്സ് വീഡിയോക്ക് തംബ്നെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ ഇല്ലാത്ത ഭാഗങ്ങൾ കസ്റ്റം തംബ്നെയിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോക്ക് ചെയ്യുന്ന പോലെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷോർട്സ് വീഡിയോക്ക് നമ്മളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുമോ എന്നുള്ളത്. നോർമൽ രീതിയിൽ പറ്റില്ല, പക്ഷെ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് വീഡിയോക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ കൊടുക്കുന്ന പോലെ ഷോർട്സിനും ചെയ്യാം. ഒരുപാട് പേര് ആ രീതിയിൽ തംബ്നെയിൽ വെച്ചിട്ട് വ്യൂസ് കൂട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഹൗ ടു മോണിറ്റൈസ് യൂട്യൂബ് ചാനൽ എന്നുള്ള ഈ ഒരു ഷോർട്സിൽ ഞാൻ അതുപോലെ കസ്റ്റം തംബ്നെയിൽ ആഡ് ചെയ്തിട്ട് ഇല്ലാത്തൊരു ഭാഗം മാനുവലി ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. രണ്ടാമത് കാണുന്ന നിങ്ങൾ ഈ ഒരു ഷോർട്സിൽ ഇത് ആ ഒരു ഷോർട്സിലുള്ള ഒരു ഭാഗം തന്നെ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് അങ്ങനെ തംബ്നെയിൽ ആഡ് ചെയ്തതാണ്. അതുപോലെ കുറെ ഷോർട്സ് അങ്ങനെ, അതായത് യൂട്യൂബിന്റെ ഇഷ്ടപ്രകാരം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് ആ രീതിയിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വ്യൂസ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വ്യൂസ് സ്റ്റക്കായിട്ട് നിൽക്കുന്നു, ക്ലിക്ക് വരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു, വ്യത്യസ്ത രീതിയിൽ നമുക്ക് തംബ്നെയിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ഇതിൽ പല രീതിയിൽ നിങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഞാനെന്നല്ല, ഒരുപാട് പേര് ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു ട്രിക്കാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെതൊരു എഡ്യൂക്കേഷണൽ ചാനലാണ്, അല്ലെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് പറയുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഒരു പക്ഷേ എൻ്റെതിലൊരു ഐ കാച്ചിങ് മൊമെൻറ്റ് ഉണ്ടായിരിക്കണം എന്നില്ല. ഐ കാച്ചിങ് മൊമെൻറ്റ്, നിങ്ങളൊരു വാക്ക് ശ്രദ്ധിക്കണം. അതായത് ഷോർട്സ് റീച്ച് ആകണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മളോട് പറയുന്നത് അതിൻ്റെ ഒരു തംബ്നെയിലിൽ ഐ കാച്ചിങ് മൊമെൻറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഐ കാച്ചിങ് മൊമെന്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യിക്കുന്ന, ഒന്ന് നോട്ടീസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഉള്ളൊരു തംബ്നെയിലായിരിക്കണം. അപ്പൊ നമ്മളെ ഷോർട്സിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് മാനുവലി ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റിലൂടെ കൊടുക്കും. ഇപ്പൊ എൻ്റെ ചാനലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് ചാനൽ മോണിറ്റൈസ് ചെയ്യാം, 2 മിനിറ്റ് കൊണ്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ നോട്ടീസ് ചെയ്യും. ഓക്കെ, പക്ഷെ നിങ്ങളുടേത് ഒരു എന്റർടൈൻമെന്റ് ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധ്യത അനന്തമാണ്. പല രീതിയിൽ നിങ്ങൾക്ക് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചാനലിൽ ഒരു ഐ കാച്ചിങ് മൊമെന്റ്, വീഡിയോയിൽ ഒരു ഐ കാച്ചിങ് മൊമെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അങ്ങനെ നമുക്ക് ഉണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതൊന്ന്. രണ്ടാമത്, നമ്മളെ വീഡിയോയിൽ ഒരു ഐ കാച്ചിങ് മൊമെന്റ് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? അവിടെയും നമുക്ക് ആ ഷോർട്സ് റീച്ച് ആവണമല്ലോ. അപ്പൊ നോർമലി നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് തംബ്നെയിൽ വർക്ക് ആകുന്നത്? ആദ്യത്തെ കേസിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷോർട്സ് അങ്ങ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഇഷ്ടപ്രകാരം ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ പബ്ലിക് ആക്കുന്നു. ഈ രീതിയിൽ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാൻ തന്നെ ചെയ്ത, നമ്മൾ ആ വീഡിയോ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും, നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കും, ബാക്കി എഫക്റ്റുകൾ, ആഡ് സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കൊടുത്ത് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കറിയാം ഈ ഒരു മുകളിൽ ഒരു പെൻസിൽ ബട്ടൺ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഫ്രെയിം നമുക്ക് തംബ്നെയിലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു വീഡിയോയിൽ ഐ കാച്ചിങ് മൊമെന്റ് ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ ഷോർട്സിന് നല്ലൊരു മെറിറ്റ് ആണത്. അപ്പൊ നമ്മൾ അതിങ്ങനെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അത് ആഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ആ രീതിയിലും ചെയ്യുന്നവരുണ്ട്. മൂന്നാമത് പറയാനുള്ളത്, അവിടെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മിനിറ്റിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യും, അല്ലെ? ആ രീതിയിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഫ്രെയിമിൽ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഇത് കൂടാതെ നമുക്ക് ലോങ് വീഡിയോയിൽ ഒരു തംബ്നെയിൽ ആഡ് ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ ചിരിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു മൊമെന്റ് അതിലേക്ക് ആഡ് ചെയ്തോളൂ. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ, ഷോർട്സിൽ ഇല്ലാത്തൊരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണം. അതാണല്ലോ നമ്മൾ കസ്റ്റം തംബ്നെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോങ് വീഡിയോയിൽ അങ്ങനെയാണല്ലോ. നമ്മളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ നമ്മൾ ഷോർട്സിൽ ഒരു പക്ഷെ നമുക്കത് ഉൾക്കൊള്ളിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ തംബ്നെയിൽ അതുണ്ടെങ്കിലോ ക്ലിക്ക് കൂടുതൽ വരും. അല്ലെങ്കിൽ ഒരാൾ തല്ലാൻ വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി പടലങ്ങളൊക്കെ നമ്മളെ മേത്ത് വീഴുന്ന ഫണ്ണി ആയിട്ടുള്ള, അല്ലെങ്കിൽ സസ്പെൻസ് ഉള്ള
എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള മൊമെന്റുകൾ നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ക്ലിക്ക് വരുമല്ലോ. അപ്പൊ നമുക്ക് നേരത്തെ 2 സാധ്യതകളാണ് പറഞ്ഞത്. ഒന്ന് നമ്മളെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ എന്ത് എന്നുള്ളതാണ്. അപ്പൊ ഈ രീതികളൊക്കെ നമുക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കസ്റ്റം തംബ്നെയിൽ എന്നുള്ള രീതിയിൽ നമുക്കൊരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ എങ്ങനെ കസ്റ്റം തംബ്നെയിൽ, നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ ഇല്ലാത്തൊരു ഫ്രെയിം, നല്ല മനോഹരമായിട്ടുള്ള ഒരു തംബ്നെയിൽ നമ്മുടെ രീതിയിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം ഷോർട്സ് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഷോർട്സ് എഡിറ്റ് ചെയ്യുന്നത് VN-ലാണ്. അപ്പോൾ ഞാനിവിടെ VN-ൽ ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഞാനൊരു ഷോർട്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഷോർട്സ് നമ്മൾ ഈ ഒരു ആപ്പിൽ എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനം എടുക്കുക. അവസാനത്തിൽ നമ്മളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ഷോർട്സിൽ ഞാനിവിടെ ഓൾറെഡി ഒരു ഫോട്ടോ വെച്ചിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ വിത്ത് ടെക്സ്റ്റ് എങ്ങനെയായാലും ഒരു ഫോട്ടോ ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് തംബ്നെയിലാണോ സെറ്റ് ചെയ്യേണ്ടത് അത് ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം മതി, അതായത് 1 സെക്കൻഡ് പോലും ലെങ്ത് ആവശ്യമില്ല. അതിലും ചെറുതാക്കി കൊടുക്കുക. വളരെ കുറഞ്ഞ സമയത്തേക്ക് നിങ്ങൾ വെച്ചാൽ മതി. ഒരു 0.3 സെക്കൻഡ്, 1 സെക്കൻഡ് പോലും വേണ്ടതില്ല. അപ്പൊ ഏറ്റവും അവസാനത്തിലേക്ക് നിങ്ങൾ ആ ഒരു ഫോട്ടോ, ഏത് ഫോട്ടോയാണ് തംബ്നെയിൽ വേണ്ടത് അത് നിങ്ങൾ കൊടുക്കുക. ടെക്സ്റ്റും എല്ലാം നല്ല രീതിയിൽ കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് സമയത്തേക്ക് മാത്രം ആ ഒരു വീഡിയോയുടെ അവസാനത്തിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ എക്സ്പോർട്ട് കൊടുക്കാൻ, നമ്മൾ വീഡിയോ ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തംബ്നെയിൽ ഇഷ്ടപ്പെട്ടത് ഫ്രെയിം സെലക്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ആ എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കുക, നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ഫ്രെയിം. പക്ഷെ ഇതിൽ ഇപ്പം നമ്മൾ ഓൾറെഡി സെറ്റ് അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ട ഫ്രെയിം നമ്മൾ അവസാനത്തിലേക്കാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്തപ്പോൾ അവസാനത്തിൽ ഈ ഒരു ഫ്രെയിം നമ്മൾ ഓൾറെഡി എക്സ്പോർട്ട് ഫയലിൽ വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതങ്ങ് സെലക്ട് ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏത് മൊമെൻ്റ് ആണോ വേണ്ടത് അത് സെപ്പറേറ്റ് നമ്മൾ വീഡിയോയുടെ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്യാം. മുകളിൽ സെലക്ട് ചെയ്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇനി മുതൽ നമ്മുടെ തംബ്നെയിൽ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ മനോഹരമായിട്ടുള്ള ഷോർട്സിൽ നല്ല മനോഹരമായിട്ടുള്ള തംബ്നെയിൽ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇനി മുതൽ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും വർക്കാകുന്നതാണ്. ഒരുപാട് പേർക്ക് വർക്കാകുന്നുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട്